എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും പാലക്കാട് വെയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല മഴക്കാലം തുടങ്ങുകയാണ്. ഇപ്പോഴാണ് പണ്ടത്തെ കറക്റ്റായിട്ടുള്ള ആ മഴക്കാലം തിരിച്ചു വന്നിരിക്കുന്നത്. ജൂൺ 2 കറക്റ്റായിട്ട് മഴ വന്നു. സാധാരണ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അല്ലേ ജൂണിന് മഴയത്ത് പോയിട്ടുള്ളത്, അതേപോലെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:30 ആ 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേ കണ്ടില്ലേ, സൂര്യനേട്ടൻ വന്നിട്ടേ ഇല്ല. നല്ല ഇരുട്ട് കുത്തി മഴ വരികയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവിടെ ഇപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും. എല്ലാവരും ചോറും കറിയൊക്കെ വെച്ച് ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പം നമ്മളും വർക്കിനൊക്കെ പോണതിന് കൊണ്ട് ചോറായിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ കണ്ടില്ലേ, അവിടെയുള്ള സാധനങ്ങൾ പോലും കാണുന്നില്ല. അത്രയും ഇരുട്ട് കുത്തിയാണ് മഴ വരുന്നത്. ഈ ജൂണിൽ തുടക്കത്തിൽ തന്നെ ഇത്രയും മഴ വരുന്നത് ഇപ്പോഴായിരിക്കും. കാരണം 2-3 വർഷമായിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ജൂണിൽ തന്നെ തുടങ്ങാറില്ലായിരുന്നു മഴ. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള തോടില്ലേ, ഇനിയാണ് മക്കളെ നമ്മളുടെ കളി തുടങ്ങാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ഈ തോട്ടിലാണ് വെള്ളം കയറുക. വെള്ളം കയറി കഴിയുമ്പോൾ നമ്മൾ ഓരോ മിനിറ്റും വെള്ളം കയറുമോ ഇല്ലയോ എന്നിങ്ങനെ ഫുൾ രാത്രിയിൽ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഞങ്ങൾക്ക് ഇനി. ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ, മഴക്കാറുള്ള സമയത്താണെങ്കിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേ ഈ തോടൊരു ഭയങ്കര വില്ലൻ തന്നെയാണ്. മഴ പെയ്ത് കഴിഞ്ഞു വെച്ചാൽ വെള്ളം കയറും. പക്ഷെ ഇനി ഇപ്രാവശ്യം കയറുമോ എന്നറിയില്ല. കാരണം തോടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരും രാവിലെ അടിച്ച് കുറച്ച് തിരക്കൊക്കെ ഉള്ള ആളുകളാണല്ലോ. എല്ലാവർക്കും ജോലിക്ക് പോകണം, എല്ലാം തിരക്കിലായിരിക്കും. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടാനും എല്ലാത്തിനും തിരക്കായിരിക്കും. അപ്പോൾ എനിക്കും തിരക്കുണ്ട്. അപ്പോൾ അടുത്ത എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണുകയാണെങ്കിൽ നമ്മളിതിൻ്റെ വീഡിയോയുടെ ബാക്കിയായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ബായ്. രാവിലെ എണീറ്റത് ഇവിടെ നിന്ന് നോക്കാൻ നല്ല രസമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണാം. എല്ലാവരും ജോലിക്കാണെങ്കിലും ധൃതി പിടിച്ച് പോകുന്നതെല്ലാം നമുക്ക് കാണാം. നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ടെൻഷൻ അടിച്ച് ഫോണ് കാണുമ്പോൾ ഒരു സന്തോഷം. ആ കുട്ടികൾ കണ്ട, മഴ തുടങ്ങിയിട്ടടക്കം ഒരു കുട്ടികൾ പോലും കുട പിടിച്ച് പോകുന്നത് കാണുന്നില്ല. കാരണം ആദ്യത്തെ മഴയൊക്കെ അല്ലേ, അടിച്ചു പൊളിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റാണ് ഈ ആദ്യത്തെ മഴ നമ്മൾ ഈ നനയുക എന്നുള്ളത്. ആദ്യത്തെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ, ഈ നമ്മളുടെ ഈ പൊല്യൂഷനെല്ലാം ഈ മേഘമാണല്ലോ നമുക്ക് മഴയായിട്ട് തരുന്നത്. അപ്പോൾ ഈ മേഘം നേരത്തെ നമ്മുടെ ഈ പൊല്യൂഷനെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. മഴ വരുന്ന സമയത്ത് ആ പൊല്യൂഷനെല്ലാം താഴെ വരില്ലേ, അപ്പോൾ അസുഖങ്ങൾ വരില്ലേ. പുതുമഴ കൊള്ളാൻ പാടില്ലെന്ന് പണ്ടത്തെ അമ്മമാർ പറയണ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. എല്ലാവരും മഴയിൽ നനഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലേ മഴ വന്നു കഴിയുമ്പോൾ നനയാനായിട്ട്. പക്ഷെ പഴമക്കാർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ളത് പിന്നീട് ഒരിക്കൽ തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്ക് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. നല്ല സുഖമുണ്ടാകും മഴ നനഞ്ഞിട്ടിങ്ങനെ പോവാൻ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നനഞ്ഞ ഡ്രസ്സിട്ട് ഇരിക്കണ്ടേ. ഞാൻ മാത്രം കണ്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ മാത്രം അനുഭവിക്കേണ്ട. അതുകൊണ്ടാണ് എല്ലാവർക്കും കാണിച്ചത്. ഇത് കണ്ട അവിടെ രാശ നിൽക്കുന്നത്. ഈ ഒറ്റമൈനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒറ്റമൈനിനെ കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ അന്നത്തെ ദിവസം ഉറപ്പാണ് പണി. അപ്പോൾ കണ്ട ആ പോസ്റ്റിന് മേലെ ഒരു ഒറ്റമൈന നിൽക്കുന്നത്. അപ്പം ഞാനല്ലേ കണ്ടുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഈ ഒറ്റമൈനിനെ കുറിച്ച് ഇതുപോലൊരു മണ്ടത്തരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ. മഴക്കാലം തുടങ്ങി മക്കളെ. പാലക്കാട്ട് ഇപ്പം നല്ല മഴയാണ്. രാവിലെ തുടങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ചുഴലിക്കാറ്റടിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇന്ന് രാവിലെ സംഭവിച്ചതാണിത്. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നല്ല കാറ്റൊരു 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും വലിയ കാറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാറ്റങ്ങ് പോവുകയും ചെയ്തു.